ദിക്റുകളൊക്കെ നമ്മൾ പരീക്ഷയ്ക്കത് ഉത്തരം ചെയ്താൽ മാത്രം കണക്ക് കൂട്ടി വെച്ചത്. ജീവിതത്തിൽ പകർത്തുന്നവർ വളരെ കുറവാണ്. എന്നാലോ നല്ല ഒരു ശതമാനം ആളുകൾ ഇതൊക്കെ ജീവിതത്തിൽ നല്ലോണം കൃത്യമായി പുലർത്തുന്നവരുണ്ട്. ഇതൊക്കെ ശരിക്ക് സ്വഹീഹായ ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഒരു കൂട്ടർക്കും ഇതിലൊന്നും തർക്കവുമില്ല. അർത്ഥസംബന്ധമായ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ തർക്കം ഉണ്ടായേക്കാം. മിനൽ ഖുബൂരി വൽ ഖബായിസ് എന്ന് പറഞ്ഞാൽ ആൺപിശാച്ചിനെ തൊട്ടും പെൺപിശാച്ചിനെ തൊട്ടും എന്ന് പറഞ്ഞാൽ ആൺകൊതുകിനെ തൊട്ടും പെൺകൊതുകിനെ തൊട്ടുമാണ് എന്നൊക്കെ പറയുന്നവരുണ്ടാവും. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിട്ട് ആ ദീർഘമായ സുഖനിദ്രയിൽ നിന്ന് രാവിലെ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ അള്ളാനോട് വലഅല്ലക്കും തശ്കുറൂൻ എന്നതിന്റെ ഭാഗമാണ്. അവിടെ നിന്നിങ്ങോട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് വലഅല്ലക്കും തശ്കുറൂൻ എന്നല്ല പറഞ്ഞില്ലേ, ശുക്ർ ചെയ്യണം. അതെന്താ? വലിയൊരു അനുഗ്രഹ, ജീവൻ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞാൽ സ്വബോധം തിരിച്ചു കിട്ടി. ആത്മാവ് പിരിയുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മരണത്തോട് അടുത്തു നിൽക്കുന്ന ഒരു അവസ്ഥ അതിനുണ്ട്. രണ്ടാമത് ഉണർച്ചയിലേക്ക് ഇങ്ങോട്ട് വരുമ്പോ ഉണർത്തി തന്ന റബ്ബേ നിനക്ക് സ്തുതി എന്നല്ല പറയുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി, എന്നെ ജീവിപ്പിച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. ബഅദമാ അമാതനി, എന്നെ മരിപ്പിച്ചതിന്റെ ശേഷം, ഉറക്കിയതിന്റെ ശേഷം ഉണർത്തി തന്ന റബ്ബ്. അതിന് പറയുന്നത് എങ്ങനെയാ? മരിപ്പിച്ചതിന്റെ ശേഷം ജീവിപ്പിച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. വായത്തുൽ ലഹുമുൽ ലൈൽ വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ. ഇതുകൊണ്ടാ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. ഇതൊരു ചെറിയ കാര്യമായി കാണാൻ പാടില്ല. വളരെ ഗൗരവത്തോടെ തന്നെ നിങ്ങൾ ഇതിനെ കാണേണ്ടതുണ്ട്. ഇനിയൊരു ചോദ്യം, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, രാത്രി ഉറങ്ങാനും പകല് അധ്വാനിക്കാനുമാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്കാരെന്തു ചെയ്യും? അവർക്ക് പ്രാതിനിധ്യം വേണ്ടേ? പറഞ്ഞിടത്തൊക്കെ അല്ല പറയുന്നത് ഇങ്ങനെ തന്നെ ആയാ പറ്റില്ലല്ലോ, ഒരു ന്യൂനപക്ഷം അങ്ങനെയുമില്ലേ? അതിനാരെ രാത്രി പണിയെടുക്കാൻ പറഞ്ഞ് പകലെന്നെ എടുത്തൂടെ? രാത്രി അധ്വാനം, നൈറ്റ് ഡ്യൂട്ടി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെ നടക്കൂ എന്നുള്ള കുറെ ഡ്യൂട്ടികളുണ്ട്. ജോലിക്ക് പോകേണ്ടവരുണ്ട്. അത് അവർക്ക് നിർബന്ധമായ രൂപത്തിൽ അത് ചെയ്യേണ്ട ആളുകളുണ്ട്. അവർക്കും അതുപോലെ തന്നെ രാത്രി മാത്രം നടക്കുന്ന ചില പണികളുണ്ടല്ലോ. അപ്പൊ പാറാവ് നിൽക്കുക എന്ന് പറഞ്ഞാൽ പകൽ നിൽക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ജ്വല്ലറിക്ക് പാറാവ് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് പകല് നിൽക്കാൻ പറ്റിയ പരിപാടിയല്ല, അത് രാത്രി തന്നെ നിൽക്കണം. അങ്ങനത്തെ ആളോ? അല്ലാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിൽ പറയുന്നത് കേൾക്കുക. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് മനാമുക്കും ബില്ലൈലി വന്നഹാർ. മനാമുക്കും ബില്ലൈലി വന്നഹാർ, രാവും പകലും നിങ്ങൾ ഉറങ്ങുന്നത്. രാത്രിയെ മുമ്പിച്ചെങ്കിലും പകലിനും പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. കാരണം പകൽ ഉറങ്ങുന്ന ഒരു ടീം ഉണ്ടാവും. നൈറ്റ് ഡ്യൂട്ടിക്കാർ പകലുറങ്ങേണ്ടി വരും, അല്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. മനാമുക്കും ബില്ലൈലി വന്നഹാർ, അത് രണ്ടു സ്ഥലത്തും പെടുത്തി. ഒമിനായാതിഹി അല്ലൈലു വന്നഹാറു എന്ന് പറഞ്ഞിട്ട് മനാമുക്കും വബ്തിഗാഉക്കും എന്ന് പറയുകയാണെങ്കിൽ രണ്ടും രണ്ട് സ്ഥലത്തേക്ക് വെക്കുമായിരുന്നു. അങ്ങനെയില്ല. ഒമിൻ ആയാതിഹി മനാമുക്കും, നിങ്ങളുടെ ഉറക്ക്, ബില്ലൈലി വന്നഹാർ വബ്തിഗാഉം മിൻ ഫദ്ലി, അല്ലാഹുവിന്റെ ഔദാര്യം തേടിപ്പിടിക്കുന്നതും. അതും എപ്പോ? രാത്രിയും പകലും. രാത്രി ഉറങ്ങുന്നവർ പകൽ അധ്വാനിക്കും, പകൽ ഉറങ്ങുന്നവർ രാത്രി അധ്വാനിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ കാര്യം. തിരിച്ചും മറിച്ചും നടന്നുകൊണ്ടിരിക്കുന്നു. സൂറത്തുർ റൂമിന്റെ 23-ാം ആയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് കാണാം. ഇത് വലിയ ഒരു അനുഗ്രഹമാണ്. ഇനി ആ ആയത്തുകളിൽ വരുന്ന ചില പദങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ്. വായത്തുൽ ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹു നഹാർ, പകൽ വെളിച്ചത്തെ നാം ഊരിയെടുക്കുമ്പോൾ ഇരുട്ടാകുന്നു. പകൽ വെളിച്ചത്തെ ഊരിയെടുക്കുന്ന സമയത്ത് ഇരുട്ട് പരക്കുന്നു. പകൽ വെളിച്ച നസ്ലഹു മിൻഹു നഹാർ ഫഇദാ ഹും മുദ്രിമൂൻ, വെളിച്ചത്തെ ഊരിയെടുക്കുമ്പം അവിടെ ഇരുട്ട് വരുന്നു. സൂര്യനെ അങ്ങ് കൊണ്ടുപോകുന്ന സമയത്ത് ഇരുട്ട് വരുന്നു എന്നർത്ഥം. നസ്ലഹു മിൻഹു നഹാർ, അവിടെയൊക്കെ പദസംബന്ധമായി കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം ആ പദത്തിലൊക്കെ ഒരുപാട് അത്ഭുതകരമായ അർത്ഥതലങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. പറയുമ്പോഴേക്ക് സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് പറഞ്ഞിട്ട് പറയുന്നു, ആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഹു മിൻഹു നഹാറ ഫഇദാ ഹും മുദ്രിമൂൻ വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ.
സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യൻ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സൂര്യനെന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ്. സൂര്യൻ ഒരിക്കലും നിലക്കുന്നില്ല, അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ നിങ്ങൾ, സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്. ആദ്യകാല ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നത് ഭൂമി മാത്രമാണ് കറങ്ങുന്നത്, സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്നാ പറഞ്ഞിരുന്നത്. ഭൂമി മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. എന്നാൽ ഇന്ന് സൂര്യൻ മാത്രമല്ല, അനേകം ഗോളങ്ങൾ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ചെറുതും വലുതുമായ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളും ഗോളങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നിടത്തേക്കെത്തി. അന്ന് മുസ്ലിയാക്കന്മാരെ കുതിര കയറിയിരുന്നു. ശാസ്ത്രജ്ഞന്മാര് വശംസു തജ്രീ എന്ന് പറഞ്ഞ സമയത്ത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാമമാര് ശ്രദ്ധിക്കണം, അന്ന് അടുക്കളയിൽ ചോറ് പാചകം ചെയ്യുന്ന ഉമ്മ അതാ തേങ്ങാച്ചോറ് ഇങ്ങനെ വെക്കുന്ന സമയത്ത്, തേങ്ങാച്ചോറ് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ആ ഉമ്മ അന്ന് ഓർത്തുപോയി, എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളെ ഉമ്മ അന്ന് ഉമ്മാമന്റെ പേരിൽ സമയം കിട്ടില്ല, ഈ ചോറ് വെക്കുമ്പോൾ ഒരു യാസീനോദട്ടെ എന്ന് കരുതി ഒരു യാസീനോദി. ആ യാസീനോദിയപ്പോ ഉമ്മ ഈ ഭാഗത്തെത്തിയപ്പോ അന്നത്തെ മുഴുവൻ ശാസ്ത്രജ്ഞന്മാരെയും വെല്ലുവിളിച്ചിട്ട് ഉമ്മ പറഞ്ഞു, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ. സൂര്യനൊരു മുസ്തഖറുണ്ട്, ചലനം നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെ സൂര്യൻ ചലിക്കുകയാണ്. ശാസ്ത്രജ്ഞന്മാരെ, നിങ്ങൾ ചലിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കൂല. ABCD അറിയാത്ത ഈ ഉമ്മ ഗവേഷണശാലയിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ വെല്ലുവിളിച്ചെങ്ങനെ സംസാരിച്ചു. അവരൊക്കെ തെറ്റായ നിഗമനങ്ങൾ പറഞ്ഞപ്പോ അവരന്ന് പറഞ്ഞതിനെ എതിർക്കുകയല്ല. നിഗമനങ്ങൾ സത്യത്തിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കലാണ്. അന്വേഷണങ്ങൾ നടക്കണം, ചൂടുള്ള ചർച്ചകൾ നടക്കണം. പക്ഷേ ഞാൻ പറയുന്നത്, ഗവേഷണത്തിന്റെ പേരിൽ ശമ്പളം പറ്റി, ഉയർന്ന ശമ്പളം പറ്റി ഗവേഷണശാലയിലിരിക്കുന്ന ആളുകൾക്ക് പോലും നിഗമനങ്ങൾ തെറ്റിയെങ്കിൽ, ഒരു ABCD പോലും അറിയാത്ത, അക്ഷരാഭ്യാസമില്ലാത്ത പൂർണ്ണനിരക്ഷരയായ ഉമ്മ, ആ ഉമ്മ സത്യം പറയുന്നു. എന്തുകൊണ്ട്? ഉമ്മക്ക് വിവരമുള്ളത് കൊണ്ടല്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച റബ്ബ്, അവൻ വിവരമുള്ളവനാണ്, അലീമാണ്. അവൻ പറഞ്ഞതേറ്റു പറയാനുള്ള ഭാഗ്യം അത് ഉമ്മാക്കേ കിട്ടിയുള്ളൂ. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ. സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. തൽക്കാലം നിങ്ങളെ ഭാഗത്തുനിന്ന് സൂര്യൻ അങ്ങ് മാറ്റിയിട്ടേ ഉള്ളൂ, സൂര്യൻ അസ്തമിച്ചിട്ടില്ല. അല്ലെങ്കിൽ പകലും നിങ്ങൾക്ക് ദൃഷ്ടാന്താണെന്ന് പറഞ്ഞാൽ പോരെ. ആ ഒരു കാര്യം കൂടെ അള്ളാഹുവിന് പറയേണ്ടതുണ്ട്. അവിടെയൊക്കെ ഈ നേരത്തെ പറഞ്ഞ വിഷയവും കൂടെ കിട്ടും. സൂര്യൻ ഉരുണ്ടിട്ടാ, ഭൂമി ഉരുണ്ടിട്ടാണ്. അപ്പോ തൽക്കാലം കൊണ്ട് മാറി നിൽക്കുമ്പോൾ അപ്പോഴും സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്, സംശയിക്കേണ്ടതില്ല. വശംസു തജ്രീ ലിമുസ്തഖറിൻ. മുസ്തഖറിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്ന, അതിന്റെ ഒരു പ്രത്യേക പോയിന്റിലേക്ക് അല്ലെങ്കിൽ പോയിന്റിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അർത്ഥം പറഞ്ഞവരുണ്ട്. ഞാനിത് പറയുന്നത്, ആ നിശ്ചലമാകുന്ന സമയം വരെ സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ലിമുസ്തഖറിൻ ലഹാ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം. ധാരാളം പണ്ഡിതന്മാര് ഈ ആശയം പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാം. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ. ലിമുസ്തഖറിൻ എന്ന് പറഞ്ഞാൽ അല്ലാമു ബിമഅനാ ഇലാ മുസ്തഖറിൻ ലഹാ. ഫൽ മുസ്തഖറു ഇസ്മു സമാനിൻ. കാലനാമമാണ് മുസ്തഖർ എന്നത്. അത് നിശ്ചലമാകുന്ന ഒരു സമയം വരെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ തജ്രി ഇലാ സമാനി ഇസ്തിഖ്റാരിഹാ വൻഖിതാഇ ഹറകതിഹാ ഇൻദ ഖറാബിൽ ആലം. ലോകം നശിക്കുന്ന അന്ന് സൂര്യൻ അതില്ലാതെയാവും, അതിന്റെ ചലനം തീരും. സൂര്യൻ കത്തി കത്തി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ ശംസു കുവ്വിറത്. സൂര്യനെ ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാൽ, അപ്പൊ ഇന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സൂര്യൻ തകരുന്ന ഒരു നാൾ വരുന്നുണ്ട്. അന്ന് വയന്തഹി ഹാദൽ ആലം. ഈ ലോകം അവസാനിക്കും. അതുകൊണ്ടാണ് ഖതാദ റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് ലിമുസ്തഖറിൻ ലഹാ എന്നതിന്റെ വ്യാഖ്യാനം എന്ന് ചോദിച്ചപ്പോൾ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലിമുസ്തഖറിൻ ലഹാ എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ പറഞ്ഞു, ഓദിക്കോ ലിവഖ്തിഹാ വലിയജലിഹാ ലാ തഅദൂഹു. അതിനൊരിക്കലും മറികടക്കാൻ കഴിയാത്ത ഒരു സമയവും ഒരു അവധിയും അതിനുണ്ട്. അതുവരെ അത് ചലിച്ചുകൊണ്ടിരിക്കും. അന്ന് സൂര്യന്റെ ലൈറ്റ് തീരും, അന്ന് സൂര്യൻ കത്തിത്തീരും, അന്ന് മുഴുവൻ തകർന്നു കളയും, ലോകം മുഴുവൻ നശിക്കും. അതാണ് ഇതിന്റെ അർത്ഥം എന്ന് ബഹുമാനപ്പെട്ടവരെന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ പറയുന്നത് മറ്റുള്ള അർത്ഥങ്ങൾ പറയുമ്പോൾ വേറെ കുറേ പ്രശ്നങ്ങൾ അവിടെ കടന്നു വരുന്നത് കൊണ്ട് ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ആശയത്തോടൊപ്പം നിന്നാൽ വിഷയം വളരെ നമുക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്ന ആശയമേ അവിടെ ഉള്ളൂ. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ, അതുവരെ അതിന്റെ കൃത്യമായ കണിശമായ രൂപത്തിൽ നടക്കുക എന്നത് ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, അജയ്യനായ സർവജ്ഞനായ റബ്ബിന്റെ കണിശമായ തീരുമാനമത്രേ, അവന്റെ നിർണയമാണ്, അവന്റെ കണക്കാൻ. അപ്പോൾ ഈ ഘടനയ്ക്ക് പിന്നിൽ ഒരു സംഘാടകനുണ്ടെന്ന് പറയാൻ ഉണ്ടോ? ഇത്രയും വ്യക്തമായ ഒരു ഘടനയിലാണല്ലോ ഇത് പോകുന്നത്. ഈ ഘടനയ്ക്കു പിന്നിൽ ഒരു സംഘാടകൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ യുക്തിക്കു പിന്നിൽ ഒരു യുക്തിമാനുണ്ട്. അതേ രൂപത്തിൽ തന്നെ ഈ നിർമ്മാണത്തിന് പിന്നിൽ ഒരു നിർമ്മാതാവുണ്ട്. ഈ ഐക്യത്തിന് പിന്നിൽ ഒരു ആസൂത്രകനുണ്ട്. അത് വിശ്വസിക്കാൻ ഒരു പ്രയാസവും വിശ്വാസിക്കില്ല എന്നല്ല, തലച്ചോറുള്ള ഒരാൾക്കും വിശ്വസിക്കുന്നതിന് പ്രയാസമുണ്ടാവില്ല. ഈ കാണുന്ന രാപ്പകലുകളുടെ പോക്കുവരവുകളുടെ നൈരന്തര്യമൊക്കെ വെറുതെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് അവസാന നാൾ വരെ സൂര്യൻ ചലിക്കുന്നു. അല്ലാഹു പറഞ്ഞു വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ദാഇബൈൻ, നിങ്ങൾക്ക് സൂര്യനെയും ചന്ദ്രനെയും നമ്മൾ ഒരുക്കി തന്നു. വസഖറ ലക്കുമുശ് ശംസ വൽ ഖമർ ദാഇബൈനി, അത് രണ്ടും സ്ഥിരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, മുറിഞ്ഞു പോകുന്നില്ല. എന്തിനാണിത്? വെളിച്ചം കാണാൻ, പ്രകാശം വരാൻ ഖമർ, വെളിച്ചം കാണാൻ സൂര്യൻ. അതുപോലെ തന്നെ ആ ഖമറിന് വിവിധ ഘട്ടങ്ങൾ വെച്ചു. എന്തിന്? മാസങ്ങളുടെ എണ്ണമറിയാൻ, മാസങ്ങളിലെ ദിവസങ്ങളുടെ എണ്ണമറിയാൻ, കൊല്ലങ്ങളുടെ എണ്ണമറിയാൻ. അതൊക്കെ അല്ലാഹു മറ്റു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഹുവല്ലദീ ജഅല ശംസ ദിയാഅ വൽ ഖമറ നൂറാ വഖദ്ദറഹു മനാസിൽ ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്. സൂറത്ത് യൂനുസിന്റെ 5-ാം ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇനി രാത്രി സമയത്ത് പകല് പെട്ടെന്ന് കയറി വരുമോ, പകൽ സമയത്ത് രാത്രി കയറി വരുമോ? രണ്ടുമില്ലാതെ അതിന്റെ സമയത്ത് ഓരോ സീസണിലും എത്രയാണോ രാവും പകലും അല്ലാഹു കണക്കാക്കിയത്, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ആ കണക്കാക്കിയതിനനുസരിച്ച് അതിങ്ങനെ കയറി വരുന്നു. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അതാണ് ലശംസു യംബഗീ ലഹാ അൻ തുദ്രികൽ ഖമറ, സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാൻ കഴിയില്ല. ലശംസു യംബഗീ ലഹാ അൻ തുദ്രികൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ, രാത്രി പകലിനെയും മുൻകടക്കുകയില്ല. വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. അത് എപ്പോഴാണ് ഏറ്റുമുട്ടുക? ഇത് രണ്ടും ഒരിക്കലും ഒന്നൊന്നിലേക്ക് കയറുകയോ ഏറ്റുമുട്ടുകയോ പരസ്പരം മുട്ടുകയോ ഇല്ലെന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും മുട്ടുമോ? ഏറ്റുമുട്ടുന്ന ദിവസം വരുന്നുണ്ട്. അതെപ്പോഴാ? നേരത്തെ പറഞ്ഞ മുസ്തഖറിലെത്തുമ്പോൾ, ആ പോയിന്റിലെത്തുമ്പോൾ രണ്ടും ഏറ്റുമുട്ടും. അതാണ് സൂറത്തുൽ ഖിയാമ, അന്ത്യനാളിന്റെ ദുരന്തങ്ങൾ വിവരിക്കുന്ന സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു പറഞ്ഞു വജുമിഅ ശംസു വൽ ഖമർ, വജുമിഅ ശംസു വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും ഒരേ ദിശയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. പരസ്പരം കൂട്ടിമുട്ടി മഹാ അപകടങ്ങൾ നടക്കും. വജുമിഅ ശംസു വൽ ഖമർ, സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു പറഞ്ഞു. സൂറത്തുൽ ഖിയാമയുടെ 9-ാമത്തെ ആയത്തിൽ അപ്പോൾ ചുരുക്കത്തിൽ രാവും പകലും വലിയ ദൃഷ്ടാന്തങ്ങളായിട്ടാണ് അല്ലാഹു നമുക്ക് സൃഷ്ടിച്ചു തന്നത്. എങ്കിൽ കഴിഞ്ഞില്ല, ഇനി അടുത്ത ദൃഷ്ടാന്തത്തിലേക്ക് കടക്കുകയാണ്. വആയത്തുൽ ലഹും അന്നാ ഹബൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. വആയത്തുൽ ലഹും, മനുഷ്യർക്ക് വലിയ ദൃഷ്ടാന്തമാണ്, മനുഷ്യർക്ക് ദൃഷ്ടാന്തമാണ്. അന്നാ ഹമൽനാ ദുർരിയതഹും, മനുഷ്യവംശത്തെ നാം ചുമന്നു എന്നത്, മനുഷ്യവംശത്തെ നാം വഹിച്ചു എന്നത് മനുഷ്യർക്ക് വലിയ ദൃഷ്ടാന്തം തന്നെ. ഫിൽ ഫുൽകിൽ മശ്ഹൂൻ, കുട്ടി നിറച്ച കപ്പലിൽ, ഭാരം നിറച്ച കപ്പലിൽ മനുഷ്യ മക്കളെ നമ്മൾ ചുമന്നു കൊണ്ടുപോകുന്നു എന്നത് വലിയ ഒരു ദൃഷ്ടാന്തമാണ്. വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. അന്നാ ഹമൽനാ ദുർരിയതഹും, മനുഷ്യ മക്കളെ നാം ചുമന്നു എന്ന് പറഞ്ഞാൽ
കടലിലൂടെ കപ്പലോടുന്നത് വലിയ ഒരു ദൃഷ്ടാന്തമാണെന്നാ പറയുന്നത്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്താണല്ലോ കപ്പല് അത് വലിയൊരു സംഭവമായിട്ട് ആദ്യമായി ഈ വിദ്യ വരുന്നത്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്താണ് ഈ വിദ്യയിലേക്ക് കാലെടുത്തു വെക്കുന്നത്. മനുഷ്യന് അള്ളാഹു ഈ അറിവ് നൽകുന്നത് അവിടം മുതൽക്കാണ്. അവിടം മുതൽക്ക് കപ്പലുകൾ പുരോഗമിക്കാൻ തുടങ്ങി. അതൊക്കെ കുറെ പറയേണ്ട വിഷയങ്ങളാണ്, കുറച്ചൊന്നും പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല. അള്ള പറഞ്ഞു, ഇത് മനുഷ്യന് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. കുറെ ജന്തുക്കളുണ്ട്, അവ കരയിൽ ജീവിക്കുന്നതുണ്ട്, കടലിൽ ജീവിക്കുന്നതുണ്ട്. കരയിലും കടലിലും ജീവിക്കുന്നവ രണ്ടുമുണ്ട് ജീവിക്കുമ്പോൾ. എന്നാൽ കരയിലുള്ളതും കടലിലുള്ളതും ഒരുപോലെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വർഗമാണ് മനുഷ്യവർഗം. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. അല്ലാഹ് മറ്റൊരായത്തിൽ പറഞ്ഞു, സൂറത്തുൽ ഇസ്രായിൽ, മനുഷ്യരെ അല്ലാഹ് ആദരിച്ചു എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. വലഖദ് കറംനാ ബനീ ആദം. അതിന്റെ വ്യാഖ്യാനമാണ് വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. അവരെ നമ്മൾ കടലിലും കരയിലും വഹിച്ചു. കരയിലുള്ള മുഴുവൻ വാഹനത്തിലും അവർക്ക് പോകാം, അവിടെയൊക്കെയുള്ള വിഭവങ്ങൾ അവർക്ക് പെറുക്കിയെടുക്കാം. എന്നാലോ കടലിൽ ഇറങ്ങാൻ പറ്റുമോ? കടലിലും ഇറങ്ങാം. അതിനാണ് അവർക്ക് കടൽ യാത്രകൾ, നമ്മൾ സമുദ്രയാത്രകൾ അവർക്കൊരുക്കി കൊടുത്തത്. അതിന് പറ്റുന്ന വാഹനങ്ങൾ, അതിന് പറ്റുന്ന ആധുനിക ഉപകരണങ്ങളെല്ലാം വന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. നോക്ക് നിങ്ങൾ, കാട്ടിൽ വിശന്ന കോട്ടുവായിട്ട് കിടക്കുന്ന സിംഹത്തിനറിയാം എന്റെ തൊട്ടടുത്ത ഒരു 2 പടിയങ്ങിറങ്ങിയാൽ എവിടെയാ? സമുദ്രത്തിന്റെ കടലിന്റെ തൊട്ടടുത്തുള്ള കാട്ടിലാണ് കിടക്കുന്നതെങ്കിൽ അതിൽ വിശന്ന് കോട്ടുവായിട്ട് കിടക്കുന്ന ഭക്ഷണം കിട്ടാത്ത സിംഹത്തിനറിയാം, ദാ 2 സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങിയാൽ കടലിൽ എനിക്ക് പറ്റിയ ഭീമാകാരങ്ങളായ മത്സ്യങ്ങളുണ്ട്, പിടിച്ചു തിന്നാൽ എൻ്റെ വിശപ്പ് മാറ്റാം. പക്ഷേ ഇറങ്ങാൻ സിംഹത്തിന് സാധിക്കോ? ഇല്ല. മനുഷ്യന് കരയിൽ കപ്പ കുത്തി ആ കപ്പ പറിച്ചെടുത്ത് ആ കപ്പയിലേക്ക് വേണമെങ്കിൽ വലയുമായി ഇറങ്ങിയാൽ, ചൂണ്ടയുമായി ഇറങ്ങിയാൽ, തണ്ടാടിയുമായി ഇറങ്ങിയാൽ മത്സ്യം പിടിച്ചു കൊണ്ടുവന്ന് അത് കൂട്ടിയിട്ട് കപ്പ കഴിക്കാനുള്ള ഭാഗ്യം. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. കടലിലെയും കരയിലെയും വിഭവങ്ങൾ പെറുക്കാനുള്ള അവസരം കൊടുത്തത് ചെറിയ ഒരവസരമല്ല. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. അല്ലാഹു തആല പറയുന്ന വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുരിയത്തുഹും. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ സംശയിക്കാനൊന്നുമില്ല. നമ്മളെ വഹിച്ചു എന്നല്ല, നമ്മുടെ മക്കളെ വഹിച്ചു. കാരണം നൂഹ് നബി അലൈഹിസ്സലാം, അന്ന് നൂഹ് നബിയുടെ കപ്പലിലില്ലാത്തവരൊക്കെ പ്രളയത്തിൽ മരിച്ചുപോയി, നശിച്ചുപോയില്ലേ പ്രളയത്തിൽ. ഇനി പിന്നീട് ലോകത്ത് വന്ന എല്ലാ മക്കളും അന്ന് നൂഹ് നബിയുടെ കപ്പലിലുള്ളവരുടെ മക്കളാണ്. അപ്പൊ ഹമൽനാ ദുരിയത്തുഹും, നമ്മളെ വഹിച്ചില്ലെങ്കിലും അന്നത്തെ മനുഷ്യരുടെ മക്കളായിട്ട് നമ്മളെ വഹിച്ചു. അല്ല, ഇതുകൊണ്ട് മൊത്തം കപ്പലുകളെ കുറിച്ച് തന്നെയാണെന്നും പറയുന്നുണ്ട്, അഭിപ്രായം പറയുന്നുണ്ട് മഹാന്മാർ. അങ്ങനെയാണെങ്കിൽ എന്തേ മനുഷ്യ മക്കളെ വഹിച്ചു എന്ന് പറഞ്ഞത്? വആയത്തുൽ ലഹുമുൽ അർദ് പറഞ്ഞതുപോലെ എല്ലാവർക്കും ദൃഷ്ടാന്തമാണ് ഭൂമി. ഈ ഭൂമിയിൽ താമസിക്കാത്തവനും ഭൂമിയിലെ അനുഭവങ്ങൾ ആസ്വദിക്കാത്തവനും ആരുമില്ല. വആയത്തുൽ ലഹും, എല്ലാവർക്കും ദൃഷ്ടാന്തമാണ്. വആയത്തുൽ ലഹുമുൽ ലൈലു നസ്റഹു മിൻഹു നഹാർ. രാവും പകലും കിട്ടാത്ത ഒരൊറ്റ മനുഷ്യനുമില്ല. പക്ഷേ ഇന്ന് വരെ കടൽ യാത്ര ചെയ്തിട്ടില്ലാത്ത എത്രയോ പേര് ഈ സദസ്സിലിരിക്കുന്നുണ്ടാകും. എല്ലാവരും കടൽ യാത്ര ചെയ്യണമെന്നില്ല. അപ്പൊ അല്ലാഹു വആയത്തുൽ ലഹും അന്നാ ഹമൽനാഹും എന്ന് പറയാതെ വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും. നമ്മളുമായി ബന്ധപ്പെട്ടവരാരെങ്കിലും ഒന്ന് കടൽ യാത്ര ചെയ്യേണ്ട സമയങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ടാകും. അന്നാ ഹമൽനാ ദുർരിയതഹും. എത്ര സുന്ദരമാണ് വിശുദ്ധ ഖുർആനിന്റെ ഓരോ വാചകങ്ങളും. ഇതാ ഞാൻ പറഞ്ഞത്, കണ്ണു തുറപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളല്ലേ ഇത്. ഇതിനു നേരെ കണ്ണടക്കാൻ ആർക്കാണ് സാധിക്കുക? കണ്ണടക്കരുത്, കണ്ണു തുറക്കുക തന്നെ വേണം. എന്നിട്ട് കപ്പൽ മാത്രോ? വഖലഖ്നാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ. അവർക്ക് ഞാൻ അതല്ലാത്ത അവർ വാഹനം കയറുന്ന കപ്പൽ പോലെയുള്ള കടലിലും കരയിലും
അതുപോലെ തന്നെ അന്തരീക്ഷത്തിലും അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ എത്രയാണ് പടച്ചു കൊടുത്തത്. വഖലഖനാ ലഹും മിൻ മിസ്ലിഹി, അക്കപ്പൽ പോലെയുള്ള മായർക്കബൂൻ, അവർ വാഹനം കയറുന്ന ധാരാളം വാഹനങ്ങൾ അവർക്ക് പടച്ചു കൊടുത്തില്ലേ. അപ്പൊ സൂറത്ത് യാസീനിന്റെ പരാമർശത്തില് ബസ്സും ജീപ്പും ഓട്ടോറിക്ഷയും കാറും മോട്ടോർ സൈക്കിളും ഒക്കെ വന്നു, വിമാനം വന്നു, ഫ്ലൈറ്റുകൾ ഇതിലേക്ക് കടന്നു വന്നു, എല്ലാം കടന്നു വന്നു, ഒന്നും കടക്കാതെ പോയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് വിളിച്ചു പറയുന്നത്? അതാണ് നമ്മൾ അത്ഭുതത്തോടുകൂടെ കാണേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറയുന്നു. 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറയുകയാണ്, ഇതാ വലിയ വലിയ അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. വലഹുൽ ജവാരിൽ മുൻശആതു കൽഅഅ്ലാം, അല്ലാഹുവിൻ്റെതാണ് അൽ ജവാരിൽ മുൻശആതു കൽഅഅ്ലാം, പർവ്വതങ്ങളെപ്പോലെ ഉയർന്ന് കടലിലൂടെ സഞ്ചരിക്കുന്ന മഹാകപ്പലുകൾ, അത് അല്ലാഹുവിൻ്റെതാണ്. അന്ന് ഖുർആൻ ഇറങ്ങുന്ന ക്രിസ്താബ്ദം 7-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ ഒക്കെ നിങ്ങൾക്ക് ഇതേപോലത്തെ ഉയർന്ന കപ്പലുകൾ കാണാൻ കഴിഞ്ഞിരുന്നോ? ഇല്ല. അന്നൊക്കെ ചെറിയ ചെറിയ കപ്പലുകളാണ് നിലവിലുള്ളത്. കപ്പൽ രംഗത്ത് വലിയ മാറ്റം വന്നത്, കപ്പൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായത് പിൽക്കാലത്താണ്. ആദ്യ കാലഘട്ടത്തിൽ അത്തരം കപ്പലുകളില്ലായിരുന്നു. പായ്ക്കപ്പലുകൾ നിലനിന്നിരുന്നു, കാറ്റിന് സഞ്ചരിക്കുന്ന കപ്പലുകൾ ഉണ്ടായിരുന്നു. അതൊന്നും ഇന്ന് കാണുന്നത് പോലെ മലയോളം വലുപ്പമുള്ള കപ്പലുകളല്ല. ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടുകൂടെയാണ്, ആവിയന്ത്രം കണ്ടുപിടിച്ചതോടുകൂടെയാണ് കപ്പൽ രംഗത്ത് അത്ഭുതകരമായ വിപ്ലവം തന്നെ ഉണ്ടായത്. പിന്നെ എൻജിൻ കപ്പലുകൾ വന്നു, ആവി ബോട്ടുണ്ടാക്കി ആദ്യമായിട്ട്. അതിൽ നിന്ന് പുരോഗമിച്ച് ജെയിംസ് വാട്ട്, അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ആവി യന്ത്രം കണ്ടുപിടിച്ചത്. ആവി യന്ത്രം കണ്ടുപിടിച്ചത് അതാണ്. അദ്ദേഹം ഒരു തലവേദന എടുത്ത് സ്കൂളിൽ പോകാതെ വീട്ടിൽ കിടക്കുമ്പോ അതാ ഉമ്മ അടുപ്പത്ത് വെച്ച കലത്തിൽ ആവിയുടെ സമ്മർദ്ദം കണ്ടാണ് ഇയാൾ ആവിയന്ത്രം കണ്ടുപിടിക്കുന്നത്. അത്രേ വേണ്ടതുള്ളൂ. ഒരാൾ നന്നാകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു തലവേദന ഉണ്ടായാലും നന്നായേക്കാം, സ്വാഭാവികമാണ്. ഏതാവട്ടെ, അയാൾ ലോകത്തറിയപ്പെട്ട ഒരാളായി. ജെയിംസ് വാട്ട് ഇത് കണ്ടുപിടിച്ചതോടുകൂടെ, ആവിയന്ത്രം കണ്ടുപിടിച്ചതോടുകൂടെ ആവി ബോട്ട്, അതാണ് ആദ്യമായി ജോൺ ഫിറ്റ്സ് എന്ന് പറയുന്ന ആളാണ് ആവി ബോട്ട് തയ്യാറാക്കിയത് ആദ്യമായിട്ട്. അദ്ദേഹം അത് തയ്യാറാക്കിയത് 1785-ലാണ്. എന്ത് യന്ത്രയുഗത്തിലേക്ക് ഇത് കടന്നു വരുന്നത് 1785 ആദ്യമായിട്ടുണ്ടാക്കിയ കപ്പലതാണ്. ഇതിന് മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗതയായിരുന്നു. വളരെ പതുക്കേണ്ടെന്നർത്ഥം. 1 മണിക്കൂർ സഞ്ചരിച്ചാൽ 6 കിലോമീറ്ററാണ് വേഗത. പിന്നീട് ഈ രംഗത്ത് പല പരിഷ്കരണങ്ങളും നിലവിൽ വന്നു. അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും ഏതാനും ശാസ്ത്രജ്ഞന്മാർ കൂടി ആദ്യമായി 1807 എന്ന് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൽ, ഇന്നലെ മിനിയാന്ന് എന്ന് പറയാം, 19-ാം നൂറ്റാണ്ടിൽ, 21-ാം നൂറ്റാണ്ടല്ലേ ഇത്, 19-ാം നൂറ്റാണ്ടിലാണ് ക്ലർമോണ്ട് എന്ന് പറയുന്ന കപ്പലുണ്ടാക്കിയത്. വലിയ കപ്പലിലേക്ക് പ്രവേശിക്കുന്നത് അതോടുകൂടിയാണ്. എൻജിൻ കപ്പലുകൾ നിലവിൽ വരുന്നത് അതോടുകൂടിയാണ്. എന്നാ ഖുർആൻ പരാമർശിക്കുന്നു. ഖുർആനിന്റെ പ്രവചനങ്ങളായി വായിക്കാം. വലഹുൽ ജബാരിൽ മുൻശആതു കൽഅഅ്ലാം, ബഹറിലൂടെ മല പോലെ പൊങ്ങിയൊഴുകുന്ന കപ്പലുകൾ പടച്ച റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. അത് പടച്ച റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്, യാതൊരു സംശയവും വേണ്ട. അതാണ് ഇവിടെയും പറഞ്ഞത്, വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ എന്ന് കഴിഞ്ഞിട്ട് ഇനി തൊട്ടടുത്ത് പറയാണ്, വ ഇന്ന ശഅനുഗ്രിഖുഹും, നമ്മൾ ഉദ്ദേശിച്ചാൽ അവരെ നമ്മൾ മുക്കിക്കൊല്ലുമായിരുന്നു, മുക്കി നശിപ്പിക്കുമായിരുന്നു. ആ കപ്പലുകൾ അടക്കം നമ്മൾ മുക്കി നശിപ്പിക്കുമായിരുന്നു. വ ഇന്ന ശഅനുഗ്രിഖുഹും ഫലാ സരീഖ ലഹും, പിന്നീട് അവരുടെ നിലവിളി കേൾക്കാൻ ഒരൊറ്റ കുട്ടിയും ഉണ്ടാകില്ല. അവർ നിലവിളിച്ചിട്ട് കാര്യമല്ല, അവരെ സഹായിക്കാൻ അവരുടെ നിലവിളി കേട്ടെത്തുന്നയാൾ, അതാണ് സ്വരീഖിന്റെ അർത്ഥം. നിലവിളിക്കുമ്പോൾ അവിടെ ഓടിയെത്തിയ അയാളെ സഹായിക്കുക, അതാ സ്വരീഖ്. കാരണം ആ പദവുമായിട്ട് അതിന് ബന്ധമുണ്ട്. നിലവിളിക്കുക എന്നാണ് സ്വറഹ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം. അപ്പൊ നിലവിളി കേട്ട് സഹായിക്കാൻ
ഒരു കുട്ടിയും അവരിലേക്ക് എത്തില്ല. വലാ സ്വരീഖ ലഹും വലാ ഹും യുൻഖദൂൻ. അവരെ ആ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയുമില്ല. ഇല്ലാ റഹ്മത്തൻ മിന്നാ, നമ്മുടെ വിശാലമായ കാരുണ്യമല്ലാതെ അവരെ കരക്കടുപ്പിക്കുന്നില്ല. ഇല്ലാ റഹ്മത്തൻ മിന്നാ വമതാഅൻ ഇലാഹീൻ. അവർ ചെയ്യുന്ന കാട്ടിക്കൂട്ടുന്ന പേക്കൂട്ടുകൾ അറിയാത്തത് കൊണ്ടല്ല. വമതാഅൻ ഇലാഹീൻ, ഒരു കുറഞ്ഞ കാലാവധിയല്ലേ, അവരടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ എന്ന് കരുതി ഞാൻ മാപ്പ് ചെയ്തത് കൊണ്ടാണ് ബഹറിൽ നിന്ന് നിങ്ങളെ കരയിൽ എത്തിച്ചു തന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസത്തിനനുസരിച്ച് എത്രത്തോളം ആ നാവികയാത്രയിൽ പോലും നിങ്ങൾ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവരാണ്, അല്ലാഹു പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നവരാണ്. നിങ്ങളെ മുക്കിക്കൊല്ലാമായിരുന്നു. എന്റെ കാരുണ്യമാണ് കേട്ടോ നിങ്ങളെ മുക്കിക്കൊല്ലാതെ രക്ഷപ്പെടുത്തിയത്. സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നു. എന്നാൽ അത് കേവലം ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണോ? അല്ല വെല്ലുവിളിച്ച കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഇടയ്ക്ക് ഒരു ടെസ്റ്റ് ഡോസുകൾ അല്ലാഹു ഇങ്ങനെ കൊടുക്കാറുണ്ട്. ഇതൊക്കെ നടക്കുന്നു തെളിയിക്കാൻ വേണ്ടി. അതിനാണ് അല്ലാഹു തആല ഈ ഭൂമിയിൽ ഒരുപാട് കപ്പൽ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് ടൈറ്റാനിക്കിന്റെ തകർച്ച. എന്തുകൊണ്ട്? ടൈറ്റാനിക് വെള്ളത്തിലിറക്കുമ്പോൾ ഇവർ പറഞ്ഞത് ഒരു നിലക്കും തകരാത്ത സൗകര്യങ്ങളാണ് ടൈറ്റാനിക്കിലുള്ളത്. ലോകത്തെ വെല്ലുവിളിച്ചിട്ടാണ് ടൈറ്റാനിക് ഇറക്കിയത്. ലോകത്തെ വെല്ലുവിളിച്ചിട്ട് അവരിറക്കി. എന്തായി ഫലം? വെല്ലുവിളി മുഴുവനും അസ്തമിച്ചു. ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമായി കിടക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് പോലും ടൈറ്റാനിക്കിന്റെ തകർച്ച എന്നാണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയും 1912 ഏപ്രിൽ 14 ഈ മഹാകപ്പൽ വെള്ളത്തിൽ മുങ്ങിയത്. എല്ലാ ആധുനിക സൗകര്യവുമുള്ള ഈ കപ്പൽ 1517 പേരതിൽ മരിച്ചു. 1517 പേരതിൽ മരിച്ചു. 1986 മുങ്ങിപ്പോയത് 1912. പിന്നെ 1986 വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു. എന്നിട്ട് ആ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി കടലിൽ നിന്ന്. അല്ലാഹു പറയുന്നു വഇന്ന ശഅനുഗ്ദികുഹും ഫലാ സ്വരീഖ ലഹും വലാ ഹും യുൻഖദൂൻ ഇല്ലാ റഹ്മതൻ മിന്നാ വമതാഅൻ ഇലാ ഹീൻ. ഈ കപ്പലുകൾ അതോടിക്കുന്നത് നമ്മളാണ്, ഇത് നിയന്ത്രിക്കുന്നത് നമ്മളാണ്. ആദ്യമായി കപ്പലുണ്ടാക്കിയത് നൂഹ് നബി അലൈഹിസ്സലാമാണ്. അന്ന് ആണി എന്നൊരു കാര്യത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റില്ല. ആണി, ഇരുമ്പാണികൾ തന്നെ അന്നില്ല. മരത്തിന്റെ ആപ്പുകളാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കയറുകളെ കൊണ്ട് പലകകൾ പിടിച്ചു കെട്ടുകയായിരുന്നു. നമ്മളൊക്കെ ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് സാധാരണ വെള്ളപ്പൊക്കത്തിൽ പോകാൻ വേണ്ടി പാണ്ടി തയ്യാറാക്കാറുണ്ട്. അപ്പോൾ കോലുകൊണ്ട് മരത്തിന്റെ കമ്പുകൾ കൊണ്ട് തുളച്ച് വാഴകൾ പരസ്പരം തുളച്ചു ചേർക്കും, അല്ലെങ്കിൽ കെട്ടും പിടിച്ചിട്ട്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആദ്യ കാലഘട്ടത്തിലെ കപ്പൽ വെള്ളത്തിലിറക്കിയത്. അത് പിടിച്ചു നിർത്തിയത് ഞാനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ സ്വരത്തിന്റെ ഗൗരവത്രയാണ് അള്ളാഹു പറയുമ്പോൾ. അള്ളാഹു പറഞ്ഞു വഹമൽനാഹു, നൂഹ് നബിയെ നമ്മൾ ചുമന്നു. കണ്ടോ, നൂഹ് നബിയുടെ കാര്യം പറയുമ്പോൾ അങ്ങനെ തന്നെ പറയുന്നു. വഹമൽനാഹു അലാ ദാത്തി അൽവാഹിൻ വദുസുർ. ഏതാനും പലകകളും നാടകളുമായി, നാടകൾ കൊണ്ട് കൂട്ടിക്കെട്ടിയ പലകപ്പുറത്താണ് നൂഹ് നബിയെ. കണ്ടോ, ദുസുർ കയറുകളാണ്. ആ കയറുകൊണ്ട് കപ്പൽ വരിഞ്ഞു കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കപ്പൽ കയറുകൾക്കാണ് ദുസുർ എന്ന് പറയുന്നത്. ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തുന്നത് കാണാം. കാരണം അന്നൊന്നും ആണികൾ എന്ന സംവിധാനം, അത് അന്ന് ആണി സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. പിൽക്കാലത്ത് കണ്ടുപിടുത്തങ്ങൾ വന്നു, പുരോഗമനങ്ങൾ വന്നു, പലതും വന്നു. ആ കൂട്ടത്തിൽ യന്ത്രകപ്പലുകൾ രംഗത്ത് വന്നു. ഇനി യന്ത്രകപ്പലുള്ളപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശിച്ചാൽ ആ കപ്പലുകളെ മുക്കിക്കളയാൻ കഴിയോ? ഇതൊരു ചോദ്യമായിരിക്കാം. അല്ലാഹു പറയുന്നു അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ കാറ്റിനെ അല്ലാഹു നിശ്ചലമാക്കും. കാറ്റിനെ അല്ലാഹു നിശ്ചലമാക്കും. അല്ല, ഈ കപ്പലോടേണ്ട ചാലക ശക്തി അല്ലാഹു നിശ്ചലമാക്കി കളയും. അതോടുകൂടെ കപ്പൽ അവിടെ കെട്ടിക്കിടക്കും, പിന്നെ ഓടില്ല. പായ്ക്കപ്പലുകൾ അന്ന് തിരിയുന്ന ഭാഷയിലാണ് രീഹ് എന്ന് പ്രയോഗിച്ചത്.
എന്നാൽ ഇന്ന് കാറ്റ് നിശ്ചലമായെങ്കിൽ എന്ത്? കാറ്റിന്റെ ഗതി അനുസരിച്ചാണോ കപ്പൽ പോകുന്നത്? ഇന്ന് ഇന്ധനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ ഇതിനെന്ത് പ്രസക്തി? അതാ ഞാൻ പറഞ്ഞത്, അന്ന് തിരിയുന്ന ഭാഷയിലാ റീഹ് എന്ന് പറഞ്ഞത്. റീഹ് എന്നതിന്റെ അർത്ഥം കാറ്റ് എന്ന് തന്നെ ആവണമെന്നില്ല. ചാലക ശക്തിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിനെ ചലിപ്പിക്കുന്ന ശക്തി. ഏത് ഇന്ധനങ്ങളാണെങ്കിലും ആ ഇന്ധനങ്ങളൊക്കെ അതിൽ പെടും. കാരണം വിശുദ്ധ ഖുർആനിൽ അങ്ങനെ വേറെയും പദങ്ങൾ വന്നിട്ടുണ്ട്. വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും എന്ന് പറഞ്ഞ നിങ്ങളുടെ മണം പോകുമെന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. വലാ തനാസഉ ഫതഫ്ശലു, നിങ്ങൾ ഭിന്നിക്കരുത്, വിഘടിച്ചു നിൽക്കരുത്, അന്ന് നിങ്ങൾക്ക് പരാജയം വരും. ഫതഫ്ശലു, പരാജയപ്പെട്ടാൽ വതദ്ഹബ റീഹുക്കും, നിങ്ങൾക്ക് പരാജയം വരികയും നിങ്ങളുടെ ശക്തി ക്ഷയിക്കുകയും ചെയ്യും. ശക്തി ക്ഷയിക്കുമെന്നതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രയോഗിക്കുന്നത് വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ മണം പോകും. മണം വിഘടിക്കുന്നതിന് മുമ്പും ശേഷമൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും. മണം എന്ന് പറഞ്ഞാൽ മണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് യുസ്കിനി റീഹ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഈ കപ്പലിനെ ചലിപ്പിക്കുന്നത് കാറ്റാണെങ്കിൽ ഇന്ന് ഇന്ധനങ്ങളാണ്, എൻജിനുകളാണ്. അതെ, അത് അള്ളാഹുവിന് നിശ്ചലാക്കാൻ കഴിയൂലേ? കഴിയുമെന്ന് തെളിയിച്ചു കൊടുത്തതാണ് അള്ളാഹു ടൈറ്റാനിക്കിന്റെ തകർച്ചയിലൂടെ. കഴിയുമെന്ന് അല്ലാഹു തആല തെളിയിച്ചു കൊടുത്തതാണ്. വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, സൂറത്തുൽ അംഫാൽ 46-ാം വചനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. അതിന്റെ അർത്ഥം മഹാന്മാർ പറഞ്ഞു, റീഹുക്കും എന്ന് പറഞ്ഞാൽ ഐ ഖുവ്വതുക്കും, നിങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോയേക്കാം. വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയ്യതഹും ഫിൽ ഫുലുക്കിൽ മശ്ഹൂൻ വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ വഇൻ നശഅ നൂരിഖുഹും ഫലാ സ്വരീഖ ലഹും വലാ ഹും യുൻഖദൂൻ ഇല്ലാ റഹ്മതൻ മിന്നാ വമതാഅൻ ഇലാഹി. ഇവിടെ അല്ലാഹു ദോഷികൾക്ക് നേരെ അല്ലാഹു നൽകുന്ന വിശാലമായ കാരുണ്യം, റഹ്മാനായ റബ്ബിന്റെ റഹ്മത്തിന്റെ ചിത്രം, അതൊക്കെ പറയേണ്ടതായിരുന്നു. തൽക്കാലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയം വളരെ പരിമിതമായതുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നു. വൈദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന അയ്ദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ. ഇൻഷാ അല്ലാഹ് ഇവിടെ അങ്ങോട്ട് കൂടുതൽ വിശദീകരണം ഇല്ലാത്ത രൂപത്തിൽ പരമാവധി കുറച്ച് ആയത്തുകളെങ്കിലും ഇന്നും ചർച്ച ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. മനുഷ്യരോട് പറയപ്പെട്ടാൽ ഇത്തഖൂ മാ ബൈന അയ്ദീകും, നിങ്ങളുടെ മുമ്പിലുള്ള ദുരന്തങ്ങളെ നിങ്ങൾ പേടിക്കണം. വമാ ഖൽഫകും, നിങ്ങളുടെ പിന്നാലെയുള്ള ഭയാനകതകളെയും നിങ്ങൾ പേടിക്കണമെന്ന് പറഞ്ഞാൽ ലഅല്ലകും തുർഹമൂൻ, അപ്പോഴേ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കൂ. അനുഗ്രഹങ്ങൾ ലഭിക്കാൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരതിനെ അവഗണിക്കുന്നു. വഇദാ ഖീല ലഹുമുത്തഖൂ മാ ബൈന അയ്ദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ ഏതായത്ത് ഓതിക്കൊടുത്താലും ശരി, ഏതായത്തുകൾ എന്ന് വന്നാലും അതനുസരിക്കാൻ അവർ തയ്യാറല്ല, അവർ തിരിഞ്ഞുകളയുകയാണ്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഖുർആൻ കേട്ടിട്ടും കാര്യമില്ല, ഹദീസ് കേട്ടിട്ടും കാര്യമില്ല. ഖുർആൻ കേൾക്കോളും പറഞ്ഞ് ഞാൻ ഖുർആന്റെ ആളാണ്, ഹദീസ് കേൾക്കോളും പറഞ്ഞ് ഞാൻ ഹദീസിന്റെ ആളാണ്. ഖുർആനും ഹദീസും വെച്ച് നാം വിശ്വസിക്കുന്ന ആദർശത്തിന്റെ തെളിവ് പറയുമ്പോ അതൊന്നും നമുക്ക് കേൾക്കണ്ട എന്ന ലെവലിലേക്ക് നീങ്ങിപ്പോകുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ഉണർത്തുന്നു, ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ അല്ലാഹു എന്താ പറഞ്ഞത്, അല്ലാഹു പറഞ്ഞ കാര്യങ്ങളാണ് മുത്തുനബി പറയുന്നത്. അല്ലാഹു തോന്നിപ്പിക്കാത്ത ഒരു കാര്യങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയില്ല. അതുകൊണ്ട് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാതൃക അതെവിടെയും പിൻപറ്റണം. അതേത് വിഷയത്തിലാണെങ്കിലും എൻ്റെ സഹോദരിമാർ ചിന്തിക്കണം. പലപ്പോഴും മോശപ്പെട്ട ആചാരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കയറി വരുമ്പോൾ അതിനെ പേടിക്കണം, വളരെ ഗൗരവത്തോടെ കാണണം. ഈ നാട്ടിൽ ചെറുവാടിയിൽ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഈദ്ഗാഹുകളൊക്കെ വളരെ വിപുലമായൊരു പക്ഷേ നടക്കാറുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാതൃകക്കെതിരാണ്.
അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. സഹോദരിമാർ നിസ്കാരക്കുപ്പായവും ഇട്ടങ്ങു പോകരുത്. സഹോദരിമാരെ, നിങ്ങൾക്ക് ഹബീബ് പഠിപ്പിച്ച ഒരു മാതൃകയുണ്ട്. സ്വലാത്തു വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരുടെ വീടാണ് അവർക്ക് ഉത്തമമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ജുമുഅക്കോ ജമാഅത്തിനോ പള്ളിയിലേക്ക് പോകണ്ട, ഈദ്ഗാഹുകളിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല. മാത്രമല്ല, സഹോദരന്മാരും ഈദ്ഗാഹ് സമ്പ്രദായങ്ങൾ, പള്ളിയുള്ള സമയത്ത് ഇത്തരം സമ്പ്രദായങ്ങളിലേക്ക് നീങ്ങേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തുകളല്ല. കൂടുതൽ പറയാൻ സമയമില്ല, ഈ വിഷയ സംബന്ധമായി നമുക്ക് പറയാനുണ്ട്. അപ്പൊ ഏതൊരായത്തെന്ന് പറഞ്ഞാലും ആര് അത് പറഞ്ഞാലും എന്ത് തോന്നിവാസം ചെയ്യുന്നവനോടും ചെയ്യല്ല. അല്ലാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തഖൂ മാ ബൈന അയ്ദീകും, നിങ്ങളുടെ മുമ്പിലുള്ളതും പിൻപിലുള്ളതും സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ പാപങ്ങളെ സൂക്ഷിക്കണം, വരാനുള്ള പാപങ്ങളെ സൂക്ഷിക്കണം, അങ്ങനെ ഒരർത്ഥം. അല്ലെങ്കിൽ മുൻ കഴിഞ്ഞ ഉമ്മത്തുകൾക്ക് വന്ന ദുരന്തങ്ങളെ പേടിക്കണം. മാ ബൈന അയ്ദീകും, ആദ് സമൂഹത്തിന്, സമൂദ് ഗോത്രത്തിന്, ഈ സാഹിബു യാസീനിന്റെ നാട്ടുകാർക്ക്, അവർക്കൊക്കെ വന്ന ദുരന്തം നിങ്ങൾ പേടിക്കണം എന്ന് പറഞ്ഞാൽ വമാ ഖൽഫക്കും, നിങ്ങളുടെ ബാക്കിൽ ഇനി വരാൻ പോകുന്ന കുറേ ദുരന്തങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നത് കരുതണം. ആഖിർ സമാനിൽ വരാൻ പോകുന്ന കുറേ ദുരന്തങ്ങളെക്കുറിച്ച്, ശിക്ഷാമുറകളെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ വാങ്ങിക്കരുത്. ഇത്തഖൂ മാ ബൈന അയ്ദീകും വമാ ഖൽഫക്കും, അല്ലെങ്കിൽ ദുനിയാവിലാകാബും ആഖിറത്തിലാകാബും, അതാണ് മാ ബൈന അയ്ദീകും വമാ ഖൽഫക്കും. പല നിരക്ക് വ്യാഖ്യാനിച്ചു, എല്ലാ വ്യാഖ്യാനങ്ങളും ശരിയാണ്. ഇത്തഖൂ മാ ബൈന അയ്ദീകും വമാ ഖൽഫക്കും, നിങ്ങളുടെ മുമ്പിലും പിമ്പിലുമുള്ള ദുരന്തങ്ങളെ, പാപങ്ങളെ, പാഠം ഉൾക്കൊള്ളുന്ന സംഭവ വികാസങ്ങളെ, ഇതൊക്കെ നിങ്ങൾ പേടിക്കണം, സൂക്ഷിക്കണം, അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അവരത് അവഗണിക്കുന്നു, തള്ളിക്കളയുന്നു. അടുത്ത ആയത്തും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ആ അർത്ഥം പൂർണ്ണമാകുക. വമാ തൗഫീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം, പടച്ച റബ്ബിൻ്റെ ഏതായത്തം ഓതിക്കൊടുത്താലും, നമ്മളിവിടെ കുറേ ദുരാചാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ 7 ദിവസത്തിനുള്ളിൽ. അതൊന്നും നടത്തരുത് എന്ന് പറഞ്ഞാൽ ഇല്ലാ കാനു അൻഹാ വറുദീൻ, എന്തായത്ത്, എന്ത് ഹദീസ്, എന്ത് ഖുർആൻ, എന്ത് വഅദ്, എന്ത് പ്രഭാഷണം എന്ന് ചോദിച്ചവനങ്ങ് തിരിഞ്ഞു കളയുകയാണ്. ഇനിയോ വൈദാ, അപ്പൊ അവന്റെ വ്യക്തി ജീവിതം നന്നാക്കണം, അമല് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവനതിനൊരുക്കമല്ല. ഇനി വൈദാ ഖീല ലഹും, അമല് പ്രാവർത്തിക തലം, കർമ്മതലം മാത്രം നന്നായതുകൊണ്ട് കാര്യമില്ല. കർമ്മതലം നന്നാവുക എന്ന് പറഞ്ഞാൽ ശാരീരിക ഇബാദത്തുകൾ മാത്രം നന്നായിട്ട് കാര്യമില്ല. അതോടൊപ്പം തന്നെ സാമ്പത്തിക കാര്യങ്ങളും കൂടെ അവന് ശാരീരിക സന്നദ്ധത പടച്ചവന്റെ ദീനിൽ അവൻ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ അതേ രൂപത്തിലുള്ള സാമ്പത്തിക സന്നദ്ധതയും അവന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഖുർആൻ ഓതണം. അതാ നേരത്തെ പറഞ്ഞത്. വ്യഭിചരിക്കരുത്, കള്ളുകുടിക്കരുത്, സിനിമ കാണരുത്, കൂത്താടരുത്, ഗാനമേളകൾ സംഘടിപ്പിക്കരുത്. ഇനി പറയുന്നത് അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹ് തന്നതിൽ ഒരൂഴം നിങ്ങൾ സാധുവിന് കൊടുക്കോ. എന്താ അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണം. മാ റസഖകുമുല്ലാഹ് എന്നല്ല, മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് തന്നതിൽ ഒരു ഭാഗം നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാവണം. സാധുവിന് കൊടുക്കണം, സാധുവിന്റെ ഊഴമാണ്. സകാത്ത് കൊടുക്കണം, നിർബന്ധമായ ദാനവും ഐച്ഛികമായ ദാനവും എല്ലാം നിങ്ങൾ ചെയ്യണം. സ്വതക്ക വേണം, സുന്നത്തായ സ്വതക്കകൾ വേണം. പാവപ്പെട്ടവനെ സഹായിക്കണം. ഇവിടെ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സഹായിയെ സഹായിക്കണമെന്ന്. എത്രയോ പാവങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നു. നമുക്കറിയാം, വലിയ പ്രവർത്തനങ്ങളാണ് മെഡിക്കൽ കോളേജിലെ സഹായി എന്ന സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യമല്ല. നമ്മുടെ സംഘടനയുടെ കീഴിൽ നിന്ന് നടത്തുന്ന ആ സംഘടനയെ നിങ്ങളെല്ലാവരും സഹായിക്കണം. മരുന്നെത്തിച്ചും അതുപോലെ തന്നെ സംഭാവനകൾ നൽകിയും സഹായിക്കണം. ആതുര സേവനം അതൊരു ചെറിയ കാര്യമല്ല, വലിയ വിഷയമാണ്. അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ്, നിങ്ങൾക്കല്ല കൊടുത്തതിൽ നിന്നൊരു ഊഴം കൊടുക്കണം. യതീമിനെ നോക്കണം, അതുപോലെ തന്നെ സാധുവിനെ നോക്കണം. അതേ രൂപത്തിൽ ആരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ, പാവപ്പെട്ടവനെയും കഷ്ടപ്പെട്ടവനെയും നിങ്ങളുടെ ധനത്തിൽ നിന്നൊരു ഊഴം കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് അവനോട് സംസാരിക്കുന്നത്. രാവുണ്ട്, പകലുണ്ട്, ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളുണ്ട്, അല്ലാഹു ഒരുക്കിക്കൊടുത്ത. അതൊക്കെ മുമ്പിൽ വെച്ച് സംസാരിച്ചാലും
അവൻ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അവൻ തിരിഞ്ഞു കളയുകയാണ്. 5 കാശ് ചെലവാക്കാൻ അവന് വല്ലാത്ത ലുബ്ധതയാണ്, വല്ലാത്ത അലസതയാണ്. അംഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ് എന്ന് പറയുമ്പോൾ അവൻ പരിഹസിക്കുകയാണ്. ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുതുഇമു മൻ ലൗ യശാഉല്ലാഹു അത്അമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. അതാ ഖാലല്ലദീന കഫറൂ, സത്യനിഷേധികൾ പറയുകയാണ്, ലില്ലദീന ആമനൂ, സത്യവിശ്വാസികളോട് പറയാം. നന്ദി കെട്ടവർ പറയുന്നു വിശ്വാസികളോട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ പറഞ്ഞ അല്ലദീന കഫറു എന്ന് പറഞ്ഞത് പലപ്പോഴും പക്കാ കാഫിറുകളെ കുറിച്ച് മാത്രമല്ല, നന്ദി കെട്ട വർഗത്തിനെ മുഴുവനും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം മുഅ്മിനായി എന്നതുകൊണ്ട് ഈ സ്വഭാവമുള്ളവൻ നന്നാവാൻ പോകുന്നില്ല. നന്ദി കെട്ടവർ വിശ്വാസികൾ ചെന്ന് പിരിവ് ചോദിക്കുമ്പോ, നല്ല മാർഗത്തിന് സഹായിക്കണമെന്ന് പറയുമ്പോ, ആ പാവപ്പെട്ടവനെ നിങ്ങൾ സഹായിക്കണമെന്ന് പറയുമ്പം, ഞാനിവിടെ വെച്ച് ജുനൈദ് എന്ന് പറയുന്ന ചെറിയ കുഞ്ഞിന്റെ ചികിത്സാ ഫണ്ടിലേക്ക് നിങ്ങളോട് പണം ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ കൊണ്ടുവന്നു. വലിയൊരു സംഖ്യ തന്നെ സ്വരൂപിച്ച് കൊടുക്കാൻ കഴിഞ്ഞു. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ വലിയ ഒരു സംഭാവനയാ കൊടുക്കാൻ കഴിഞ്ഞത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അത് കാരണം ഈ സദസ്സ് തന്നെ അള്ളാഹ് കബൂലാക്കട്ടെ. ആ സദക്കയുടെ മഹത്വം കൊണ്ട് അള്ളാഹു ഈ സദസ്സ് തന്നെ കബൂലാക്കി തരട്ടെ. നമ്മളെ ആഖിറത്തിൽ അള്ളാഹ് രക്ഷപ്പെടുത്തി തരട്ടെ. ചെയ്യണം. ഈ 2 കാര്യങ്ങൾ ഒത്തിണങ്ങുക എന്നത് വളരെ പ്രയാസമാണ്. അപ്പൊ നന്ദി കെട്ടവരെന്താ പറയാം, അതും കൂടെ പറഞ്ഞിട്ട് പറയാം. അനുതുഇമു, എന്താ ഈ പറയുന്നത്? നമ്മൾ ഭക്ഷണം കൊടുക്കണമെന്നോ? മല്ലൗ യശാഉല്ലാഹു അത്അമ, ഒരുത്തർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണമെന്നോ? ലൗ യശാഉല്ലാഹു അത്അമ, നിങ്ങളെ വിശ്വാസം എന്താ? അല്ലാഹു ഉദ്ദേശിച്ചവർക്കേ ഭക്ഷണം കൊടുക്കൂന്നല്ലേ നിങ്ങളെന്താ പറയുന്നത്? ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത എന്നല്ലേ നിങ്ങൾ പറയാറുള്ളത്? അപ്പൊ അല്ലാഹു ഉദ്ദേശിച്ചവർക്കല്ലേ ഭക്ഷണം കൊടുക്കുക. എനിക്ക് തന്നു, നിനക്ക് തന്നില്ല, പൊയ്ക്കോ, വിട്ടോ, നിനക്ക് എൻ്റെ അടുത്തൊന്നുമില്ല. അല്ലാഹു തരണ്ടാന്ന് വിചാരിച്ചവർക്ക് ഞങ്ങൾ കൊടുക്കേ. അല്ലാഹു വിചാരിച്ചാൽ കിട്ടുന്നു പറയുന്നവർക്ക് ഞങ്ങൾ കൊടുത്തിട്ട് വേണോ? അനുതുഇമു മല്ലൗ യശാഉല്ലാഹ് അത്അമഹു ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. നിങ്ങൾക്ക് എന്തൊരു സുഖമാണ്. കണ്ടില്ലേ നിങ്ങളുടെ അയൽക്കാരൻ എത്ര കഷ്ടപ്പാടിലാ കഴിയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുത്തൂടെ? ഇതിനെന്താ ചെയ്യ ഉസ്താദേ? എന്നെങ്ങനെയാക്കി അവൻ അങ്ങനെയാക്കി. അള്ളാഹുവിന്റെ പണിയല്ലേ ഇതൊക്കെ. സാധാരണ നമ്മുടെ നാക്കിലൂടെ കയറി വരുന്ന പ്രയോഗങ്ങളാണ്, സൂക്ഷിക്കണം. ശാരീരിക സന്നദ്ധതയും സാമ്പത്തിക സന്നദ്ധതയും പൂർത്തിയാവണം. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. എന്നിട്ട് മുഅ്മിനീങ്ങളോട് ഇവർ പറയാൻ, ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കിക്കാളാ. അള്ളയാണ് ഭക്ഷണം കൊടുക്കുന്നത്, അള്ളയാണ് കാര്യങ്ങൾ നോക്കുന്നത് എന്ന വിശ്വാസമൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് എന്നെപ്പോലെ ദുന്യാവുണ്ടാക്കാൻ നോക്ക് എന്നവൻ പറയാൻ, നിങ്ങൾ പിഴച്ചിരിക്കുന്നു. ഇന്നംതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. അതുകൊണ്ട് ഞാൻ 5 കാശുമാർക്കും തരില്ല, ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്നാ അള്ളാഹ് പറഞ്ഞു. എടോ, നിന്റെ ഔദാര്യമല്ല, മിമ്മാ റസഖകുമുല്ലാഹ്, നിനക്ക് ഭക്ഷണം തന്നതല്ലയാണ്, നിനക്ക് സമ്പത്ത് നൽകിയതല്ലയാണ്, നിനക്ക് ആസ്തികൾ നൽകിയതല്ലയാണ്. അതിലൊരൂടം നീ കൊടുക്കുക എന്നാ നിന്നോട് പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞിടത്തൊക്കെയും അങ്ങനെ പറഞ്ഞത് കാണാം. കുറേ സ്ഥലങ്ങളിൽ അള്ളാഹ് തന്നതിൽ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമ്മൾ അവർക്ക് കൊടുത്തതിൽ നിന്നൊരൂടം അവർ ചെലവഴിക്കും. ആ പറഞ്ഞതിന് വേറെ ഒരർത്ഥവും കൂടെ ഉണ്ട്. കൊടുത്തത് ഒന്നായിട്ട് കൊടുക്കാൻ പാടില്ല. അതുകൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. കുറേ ആളുകളുണ്ട് സംഭാവന ചെയ്ത് തൊലഞ്ഞു പോയവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ കൂട്ടത്തിൽ പറയുന്നു മുഴുവനാണ് കൊടുക്കാൻ പാടില്ല. കുടുംബത്തെ കുത്തുപാള എടുപ്പിക്കുന്ന രൂപത്തിൽ ഉള്ളത് മുഴുവൻ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഒരു ഭാഗമാണ് വിൽക്കുക, എന്നിട്ട് പിന്നെ ഒരു സിയാറത്ത്, അങ്ങനെ അങ്ങോട്ട് അജ്മീർ നാഹൂർ എല്ലായിടത്തും പോയിട്ട് പിന്നെ അടുത്ത കണ്ടി വിൽക്കുക, അങ്ങോട്ട് പിന്നെയും മൂപ്പര് സിയാറത്ത്. ഇങ്ങനെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ. എന്നിട്ട് കുടുംബം പിന്നീട് കുത്തുപാള എടുക്കേണ്ട ഗതി ഉണ്ടാവാൻ പാടില്ല. കുടുംബത്തിന് ബാക്കി വെക്കാതെ അവരെ കുത്തുപാള എടുപ്പിക്കുന്ന രൂപത്തിൽ മുഴുവൻ കൊടുക്കരുത്. അങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമേ കൊടുക്കാൻ പറ്റൂന്ന. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കുടുംബവും കമാലുൽ ഈമാനിലാവുള്ളത്, സമ്പൂർണ്ണമായ വിശ്വാസത്തിൽ. അവരിന് പട്ടിണിയിലായാലും അവരിലേക്ക് കുഫ്ർ കയറി വരൂല. നമ്മുടെ കുടുംബം അങ്ങനെയല്ല. അവർ പട്ടിണിയായ ഏതൊക്കെ ടീമിലാ പോവുക, എങ്ങോട്ടൊക്കെ ഇനി അത് ചേക്കേറുക എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ നോക്കണം. നമ്മുടെ മക്കൾക്കുള്ള ആസ്തി വേണം, പക്ഷേ
നല്ല ഒരു ശതമാനം നിങ്ങൾ കൊടുക്കണം. ഇത് രണ്ടും കൂടെ ഒത്തുകിട്ടുക എന്നത് വലിയ ഒരു ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ സൂറത്തു യാസീനിൽ ഇത്തഖൂ മാ ബൈന അയ്ദീകും എന്ന് പറയുമ്പോൾ കേൾക്കൂല, ഇത്തഖൂ എന്ന് പറയുമ്പോൾ കേൾക്കൂല, തഖ്വ വേണം. അതുപോലെ തന്നെ അംഫിഖൂ എന്ന് പറഞ്ഞാലും കേൾക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടും വേണം. ശാരീരിക സന്നദ്ധതയും ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്ത്, നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, ഇത് വേണം. സക്കാത്ത്, സദഖ, സാധു സംരക്ഷണം, അതുപോലെ തന്നെ അനാഥ സംരക്ഷണം, അതൊക്കെ വേറെയും നടക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൃത്യമായി നടക്കേണ്ടതുണ്ട്. ഇത് രണ്ടും കൂടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അനുഗ്രഹം. ഖുർആനിൽ പല സ്ഥലത്തും ഇത് രണ്ടും അപ്പാ പറഞ്ഞത്. ഏറ്റവും ചെറിയ അധ്യായമാണല്ലോ സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസർ ഞാൻ നേരത്തെ പറഞ്ഞു. സൂറത്തുൽ കൗസർ 3 ദിവസം നമ്മൾ പ്രഭാഷണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ ആയത്തുകൾ ഓരോ ദിവസം. ഫസല്ലി ലിറബ്ബിക വൻഹർ. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു ഫസല്ലി ലിറബ്ബിക വൻഹർ. നിസ്കരിച്ചാൽ മാത്രം പോരാ, ഉദുഹിയ്യത്ത് വറക്കണം. നിസ്കാരം ശാരീരിക ഇബാദത്തിനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഉദുഹിയ്യത്ത് കർമ്മോ സാമ്പത്തിക ഇബാദത്തിനെ പ്രതിനിധാനം ചെയ്യാം. അഖീമുസ്സലാ, അപ്പോഴേക്ക് പറഞ്ഞു വാതു സക്കാ. ഒന്ന് സാമ്പത്തികം, ഒന്ന് ശാരീരികം. ഇങ്ങനെ സാമ്പത്തികവും ശാരീരികവും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വരും. കാരണം ഇത് രണ്ടും കൂടെ ഉണ്ടാകുന്നവർ വളരെ കുറവാണ്. ചില ആളുകളുണ്ടാവും അവരെന്തും കൊടുക്കാൻ തയ്യാറായിരിക്കും. അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഒരു പള്ളി എടുക്കാനുണ്ട് എന്നിട്ട് പിരിവിന് ചെല്ലുന്ന സമയത്ത് ആചാരം എത്രയും തരും, എന്താ നമുക്ക് വേണ്ടത്, എന്തും തരും. അതിന് മുമ്പ് ഒരു ആളെടുത്ത് പോയി, അദ്ദേഹം ഉസ്മാൻ കാക്ക എന്ന് പറഞ്ഞ ഒരാളെടുത്ത് പോയി, അദ്ദേഹം 24 മണിക്കൂറും പള്ളിയിൽ തന്നെ എന്ന് പറയാം. ഖുർആൻ അങ്ങനെ ഓതും, ദിക്ർ അങ്ങനെ ചൊല്ലും, നല്ല മനുഷ്യനാണ്. എല്ലാ നിസ്കാരവും ഖളാ ആകാതെ തന്നെ നിർവഹിക്കും. ആ മനുഷ്യനോട് നമ്മൾ പള്ളിപ്പിരിവിലേക്ക് അല്ലാഹു തആല അത്യാവശ്യം നല്ല നിയമത്തും ബർക്കത്തും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തോട് ചെന്നിട്ട് പള്ളിയുടെ പിരിവുണ്ട്, നിങ്ങളെ ദൈവം തരണം എന്ന് പറഞ്ഞാൽ അയാൾ ഏറ്റവും ചെറിയ നോട്ട് ഏതാ അതേ അയാൾ തപ്പി തപ്പി വലിച്ചെടുക്കുള്ളൂ. അയാളെ തരണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഇബാദത്ത് നല്ലോണ്ട്, പക്ഷേ കൊടുക്കുക എന്നുള്ളത് അതൊരു വേറൊരു ഭാഗ്യമാണ്. എന്നാ അതിന്റെ തൊട്ടാപ്പുറത്ത് വേറൊരാളും അബൂബക്കറാജ്, അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ പള്ളി മുഴുവൻ അദ്ദേഹം ഏറ്റെടുത്തു. നിങ്ങൾ ഇതിനിങ്ങനെ റെസീറ്റും പിടിച്ച് നടക്കണ്ട, ഞാൻ ഏറ്റു ഈ കാര്യം എന്ന് പറഞ്ഞ് അത് എടുത്തു. എന്നാൽ നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി എടുത്ത പള്ളി ആചാര്യ വരി, നമ്മളൊന്ന് നിസ്കരിക്കല്ലേ, അയാൾ പറയും ഉസ്മാനാജിനെ വിളിച്ചോന്ന്. നിസ്കരിക്കാൻ അയാളെ കിട്ടില്ല, കൊടുക്കാൻ മറ്റേയാളും കിട്ടില്ല. ഈ ഒരു അവസ്ഥ ഇത് രണ്ടും കൂടി ഒത്തുകൂടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അതൊരു മീഡിയം ലെവലിൽ രണ്ടും വേണം മനുഷ്യൻ. ഇത് ഇറങ്ങുന്നിടത്ത് പിശുക്കും ഉണ്ടാകരുത്, ഇബാദത്തും നല്ലോണം വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മനുഷ്യന് രക്ഷപ്പെടാം, ധൈര്യമായി നിൽക്കാം. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. പറഞ്ഞിടത്തൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഓരോ ആയത്തുകൾ ഇങ്ങനെ ഉദ്ധരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുഉതുസ്സകാ. വയുഖീമുസ്സലാത്ത് പറഞ്ഞ് നിർത്തിയില്ല, വയുഉതുസ്സകാ. ഇങ്ങനെ എല്ലായിടത്തും അല്ലാഹു തആല പറഞ്ഞു നിങ്ങളെ മുഴുവനും മുതലാളിമാരാക്കാൻ അല്ലാഹുവിന് കഴിയാഞ്ഞിട്ടല്ല. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൗ ശാ അല്ലാഹു ലജഅലകും മഗ്നിയാ ലാ ഫഖീറ ഫീകും. നിങ്ങളിൽ തീരെ ഫഖീറന്മാരില്ലാതെ എല്ലാവരെയും മുതലാളിമാരാക്കാൻ അല്ലാഹുവിന് കഴിയുമായിരുന്നു. വലൗ ശാ, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ലജഅലകും ഫുഖറാ ലാ ഗനിയ്യ ഫീകും. ഒറ്റ മുതലാളിയുമില്ലാതെ എല്ലാവരും ദരിദ്രന്മാരായിരിക്കാം, അങ്ങനെയും അല്ലാഹുവിന് നിങ്ങളെ സൃഷ്ടിക്കാമായിരുന്നു. വലാകിന്നഹു, പക്ഷേ അല്ലാഹ് ഇബ്തലാ ബഅദകും ബിബഅദ്, നിങ്ങളിൽ ചിലരെ കൊണ്ട് പരീക്ഷിക്കാനാണല്ലോ തീരുമാനിച്ചത്. മുതലാളിയുടെ കയ്യിൽ പണം കൊടുത്തു, സാധുവിന്റെ കയ്യിൽ പണം കൊടുത്തില്ല. സാധുവിന്റെ കയ്യിൽ ആരോഗ്യം കൊടുത്തു, മുതലാളിക്കുള്ള ആരോഗ്യം കൊടുത്തില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സന്തുലിതാവസ്ഥ നിലനിർത്തിയിട്ടുണ്ട്. ഒരാൾക്കൊന്നുള്ളപ്പം മറ്റേയാൾക്കതില്ല. അങ്ങനെ ആ സന്തുലിതാവസ്ഥ നിലനിർത്തിയിട്ട് തന്നെ ഏറ്റ വ്യത്യാസങ്ങൾ നൽകുകയും ചെയ്തു. അത് നിങ്ങളെ പരീക്ഷിക്കാനാണ്. കൈഫ അത്ഫുൽ ഗനി ലിയൻദുറ, അല്ല ഇങ്ങനെ ആക്കിയിട്ട് പാടെ പാവപ്പെട്ടവരുമുണ്ട്, ഇഷ്ടംപോലെ ചെലവൊക്കെ കഴിച്ചിട്ട് നല്ല ഒരു ഭാഗം ശിഷ്ടം വരുന്നവരുമുണ്ട്. അപ്പോൾ ഈ ഭൂലോക മുതലാളിമാരെ അല്ലങ്ങനെ നോക്കുകയാണ്. ലിയൻദുറ കൈഫ അത്ഫുൽ ഗനി, ഈ മുതലാളിക്ക് സാധുവിനോട് എത്രമാത്രം ദയയുണ്ടെന്നുള്ള നോക്കുകയാണ്. വകൈഫ സബ്റുൽ ഫഖീർ, സാധുവിന് എത്രത്തോളം ക്ഷമയുണ്ടെന്നും അല്ല കാണുകയാണ്. അത് നോക്കിക്കാണാനാണ്. അപ്പോൾ
സാധുക്കൾ ഈ ഭൂമിയിലുണ്ടായത് നമുക്കൊരു പരീക്ഷണമാണ്. നമ്മൾ സാധുക്കളായി പോയെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താനല്ല, എന്നാ വിജയിക്കാനാണോ അതുമല്ല. അങ്ങനെ ആരും കണക്ക് കൂട്ടണ്ട. സാധുവായാൽ രക്ഷപ്പെട്ടു എന്ന് കണക്ക് കൂട്ടണ്ട. പിന്നെ സാധു മുതലാളി കിടക്കുന്നതിൻ്റെ 70,000 കൊല്ലം മുമ്പൊക്കെ സ്വർഗത്തിലേക്ക് പോകുന്നു പറഞ്ഞത് സാധുക്കൾക്ക് മുതലിന്റെ ഹിസാബ് പറയണ്ട എന്ന നിലക്കാണ്. അവർക്ക് അതും കൂടെ പറഞ്ഞിട്ടേ പോകാൻ കഴിയൂ. അല്ലാതെ സാധുവായാൽ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. അല്ലാഹ് സൂറത്തുൽ ഫജ്റിൽ പറയുന്നത് കാണുക, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യൻ, അല്ലാഹു പറയുന്നു ഫഅമ്മൽ ഇൻസാനു, അപ്പോൾ മനുഷ്യൻ, ഇദാ മബ്തലാഹു റബ്ബുഹു, അവന്റെ രക്ഷിതാവ് അവനെ പരീക്ഷിച്ചാൽ, കണ്ടോ, രക്ഷിതാവ് അവനെ പരീക്ഷിച്ചാൽ, ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു, എന്നിട്ട് അവനെ ധാരാളം അനുഗ്രഹങ്ങൾ അവന് നൽകി, അവനെ ആദരിച്ചു, വനഅമഹു, അനുഗ്രഹങ്ങളിൽ അവനെ കിടത്തിയുറക്കി. എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു അങ്ങോട്ട് ചൊരിഞ്ഞു കൊടുത്തു. തൊടുന്നിടത്തൊക്കെ ബറക്കത്താണ്. വലിയ ഒരു മുതലാളി അങ്ങാക്കി. ഫയഖൂലു, അപ്പൊ ഈ മുതലാളി വായു നിറച്ച് പറയും. എന്തൊക്കെ ആചാര്യ വിശേഷം എന്ന് ചോദിച്ചാൽ ആചാര്യെടുത്ത വഴിക്ക് പറയും, റബ്ബി അക്രമനി, റബ്ബി അക്രമനി. ഉസ്താദേ സുഖാണ്, ഞാൻ തൊടുന്നിടത്തൊക്കെ വലിയ ബറക്കത്താ, എന്താണെന്ന് അറിയില്ല, നല്ല ബറക്കത്താണ്, അല്ലാഹ് എന്നെ വല്ലാതെ അനുഗ്രഹിച്ചിട്ടുണ്ട്, റബ്ബി അക്രമനി. ഇത് മുതലാളിയുടെ പ്രതികരണം. എന്നാൽ ഇവിടെ തന്നെ ആ കഥയൊന്നും പറയേണ്ട ഉസ്താദെ, എന്നും പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് എന്ന് നല്ല സുഖമുള്ളവനും പറയാറുണ്ട്. അതിനെക്കുറിച്ച് ചർച്ചയില്ല. അവനെ മനുഷ്യന്റെ കൂട്ടത്തിൽ എണ്ണാൻ തന്നെ പറ്റില്ല. മുതലാളി ഒരു ആവറേജ് സംസ്കാരമുള്ള മുതലാളിയെ കുറിച്ചാ പറയുന്നത്. അയാളുടെ പ്രതികരണം റബ്ബി അക്രമനി വഅമ്മാ ഇദാ മബ്തലാഹു. ഇനി അതേ മനുഷ്യനെ നാം പരീക്ഷിച്ചിട്ട് ഫഖദറ അലൈഹി റിസ്ഖഹു, അവന്റെ സ്വന്തം ഭക്ഷണം തന്നെ അവന്റെ മേലൊന്ന് കുടുസാക്കിയാൽ, ഒന്ന് ഞെരുക്കിക്കളഞ്ഞാൽ, ഇന്നത്തെ ഭക്ഷണം എവിടെന്നാന്ന് ചിന്തിക്കണം. അങ്ങനെയാണ് അവന്റെ കഥ. കുടുംബത്തിന് ഇന്ന് അരി കൊടുക്കാൻ ഇന്ന് തന്നെ നോക്കണം. ഫഖദറ അലൈഹി റിസ്ഖ. ഈ ഒരവസ്ഥയിൽ ഫയഖൂലു, അയാളോട് ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് വിവരം എന്ന് ചോദിക്കുന്ന സമയത്ത് വിശേഷം എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ പാവപ്പെട്ട അബൂബക്കർ കാക്ക പറയുന്നത്, അയാൾ പറയുന്നു, റബ്ബി അഹാനൻ, എൻ്റെ റബ്ബെന്നെ അവഗണിച്ചു പോയി. എന്നെയും എൻ്റെ തൊട്ടടുത്തുള്ള അബൂബക്കറാജിയെയും സൃഷ്ടിച്ചത് അല്ലാഹ് തന്നെയാണല്ലോ. പഠിച്ചവനെ, അവനെ പഠിച്ചതും നീയാ, എന്നെ പഠിച്ചതും നീയാ. അവനെന്തൊരു സുഖമാണ്. എനിക്ക് എന്നും പ്രാരാബ്ധമാണല്ലോ, പ്രയാസമാണല്ലോ. റബ്ബി അഹാനൻ, എൻ്റെ റബ്ബ് എന്നെ നിന്ദിച്ചു, എൻ്റെ റബ്ബെന്നെ അവഗണിച്ചു, എൻ്റെ റബ്ബെന്നെ മെയിൻറ്റു ചെയ്തില്ല. പറയാൻ പാടില്ല. അങ്ങനെ രണ്ടു പ്രതികരണമുണ്ട്. മുതലാളി പറയും റബ്ബി അക്രമനി, സാധു പറയും റബ്ബി അഹാനനി. എന്നിട്ട് അല്ലാഹ് പറയാ കല്ല, വേണ്ട വേണ്ട, ഈ രണ്ട് പ്രതികരണവും അടിമുടി തെറ്റാണ്. രണ്ട് പ്രതികരണവും ശരിയല്ല. അതെന്താ? സാധു പറഞ്ഞത് ശരിയായില്ല, ശരിയാണ്. സാധു തന്റെ ദാരിദ്ര്യത്തിൽ ക്ഷമിക്കണം. അല്ലാഹ് എന്ത് പ്രയാസം തന്നാലും റബ്ബി അഹാനനി എന്നൊരു സാധു പറയാൻ പാടില്ല. എൻ്റെ റബ്ബെന്നെ മെയിൻറ്റ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? തന്നതിനൊക്കെ വല്ലതും അള്ളാഹുവിനോട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ശുക്ർ പറയാൻ പാടില്ല. പക്ഷെ ഒന്നാമത്തത് എങ്ങനെയാ തെറ്റാവുക? അപ്പൊ അത് മാത്രമേ അല്ലാഹ് നമുക്ക് പറഞ്ഞു തരേണ്ടതുള്ളൂ. അതുകൊണ്ട് ഉത്തരം അതിനെ പറയുന്നുള്ളൂ. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീമ വലാ തഹാദൂന അലാ തആമിൽ മിസ്കീൻ. സാധുവിനെ സംരക്ഷിക്കാതെ, യതീമിന്റെ കാര്യം നോക്കാതെ നീ വലിയ മുതലാളിയായി നടന്നിട്ട് എടോ നീ പറയാ റബ്ബി അക്രമനി, എൻ്റെ റബ്ബെന്നെ ആദരിച്ചു. അല്ല, നിന്റെ റബ്ബ് നിന്നെ വലച്ചതാണോ? നിന്നെ നരകത്തിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുപോകുകയാണ്. റബ്ബി അക്രമനി എന്ന് പറയണ്ട, തെറ്റാണത്. നിന്നെ റബ്ബ് ആദരിക്കുകയല്ല ചെയ്തത്. ആദരിച്ചു എന്ന് പറയണമെങ്കിൽ നിനക്ക് തന്നതിലൊരു ഭാഗം യതീമിന് കൊടുക്ക, സാധുവിന് കൊടുക്ക. റേഷൻ വാങ്ങാതെ കഷ്ടപ്പെടുന്ന മെമ്പർമാര് നിന്റെ നാട്ടിലുണ്ടാകുമ്പോ നീ 10,000ങ്ങളുടെ ലക്ഷങ്ങളുടെ കാളപ്പൂട്ട് മത്സരം നടത്തല്ല ഹാജി. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. ലക്ഷങ്ങളുടെ കാളപ്പൂട്ട് മത്സരം നടത്തുകയാണ്. കാളപ്പൂട്ട് മത്സരത്തിൽ ഒന്ന് മുന്നിലോടിയ ആ മൃഗത്തിന്, ആ കാളയ്ക്ക് ഇയാൾ കോടിക്കണക്കിന് ഉറുപ്പിക കൊടുക്കാൻ തയ്യാറാണ്. പാവപ്പെട്ടവർ റേഷനരി വാങ്ങാതെ ആ മഹല്ലത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. അത് നോക്കാൻ ഹാജി സാഹിബില്ല. എന്നിട്ടോ റബ്ബ് എന്നെ വല്ലാതെ അനുഗ്രഹിച്ചിട്ടാണ് എന്ന് പറയാം. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീമ വലാ തഹാബൂന അലാ തആമിൽ മിസ്കീൻ.
അതുകൊണ്ട് ഒരു കാര്യവും കൂടെ കൂട്ടത്തിൽ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെയും കൂടെ ആദരിക്കാൻ നമ്മൾ തയ്യാറാവുക. അവരുടെ കൈക്ക് ഒരു കൈത്താങ്ങായിട്ട് നമ്മൾ പ്രവർത്തിക്കുക. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഈ വേദി അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ ബാക്കി ഭാഗം തുടരും എന്ന് എല്ലാവരോടും ഉണർത്തുന്നു.